നമസ്കാരം വിദ്യാർത്ഥികളെ. ഈ വിഷയത്തിൽ വിഷ്വൽ ഇൻസ്പെക്ഷൻ വഴി വെൽഡ് ജോയിന്റുകളിൽ എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന് നിങ്ങൾ പഠിക്കാൻ പോകും. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നതിന് കഴിയും വെൽഡ് ജോയിന്റുകളുടെ വിഷ്വൽ ഇൻസ്പെക്ഷൻ നടത്താൻ. തന്നിരിക്കുന്ന സാമ്പിൾ നിരീക്ഷിക്കാൻ. മാഗ്നിഫയിങ് ഗ്ലാസ് ഉപയോഗിച്ച് ഡിഫക്ട്സുകൾ തിരിച്ചറിയാൻ. ശരിയായ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് തയ്യാറാക്കാൻ. ഇപ്പോൾ നമുക്ക് വെൽഡ്മെന്റുകളുടെ വിഷ്വൽ പരിശോധന നടത്തുന്നതിന് ആവശ്യമായ ടൂളുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ബിഗിനിങ് മെറ്റീരിയൽ വയർ വൂൾ, സ്റ്റീൽ വയർ ബ്രഷ്, വെൽഡിംഗ് പൊസിഷനർ, മാഗ്നിഫയിങ് ഗ്ലാസ്, വെൽഡിംഗ് ഗേജുകൾ, വെൽഡ് ജോയിന്റുകളുടെ വിഷ്വൽ പരിശോധന നടത്തുന്നതിനുള്ള സെറ്റപ്പുകൾ നമുക്കിപ്പോൾ തയ്യാറാക്കാം. വിഷ്വൽ പരിശോധനയ്ക്കായി ഒരു കൂട്ടം സാമ്പിൾ നൽകും. സാമ്പിൾ ഒരു ടേബിളിൽ വയ്ക്കുക. പരിശോധനയുടെ സമയത്ത് നല്ല വെളിച്ചം ലഭ്യമാണെന്ന് ഉറപ്പാക്കുക. പരിശോധന ആരംഭിക്കുന്നതിന് മുമ്പ് നൽകിയിരിക്കുന്ന സാമ്പിൾ ഓരോന്നായി പരിശോധിക്കുക. വെൽഡ് ജോയിന്റുകളിൽ പൊടി, സ്ലാഗ് തുടങ്ങിയ ഡീബർസിൽ നിന്ന് ക്ലീൻ ആണെന്ന് ഉറപ്പാക്കുക. ഇത് വെൽഡിങ്ങിന് ആകർഷകമായ രൂപം നൽകും. സാമ്പിൾ വൃത്തിയാക്കാൻ ഒരു സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിക്കുക. വെൽഡ് വീട് വൃത്തിയാക്കിയതിനു ശേഷം ഒരു മാഗ്നിഫയിങ് ഗ്ലാസിന് കീഴിൽ വയ്ക്കുക. നമുക്കിപ്പോൾ വെൽഡ് ജോയിന്റുകളുടെ വിഷ്വൽ ഇൻസ്പെക്ഷൻ പ്രക്രിയ നോക്കാം. ടാസ്ക് 1, കോർണർ ജോയിന്റിന്റെ വിഷ്വൽ പരിശോധന. വിശദാംശങ്ങൾ രേഖപ്പെടുത്താൻ ഒബ്സർവിംഗ് രജിസ്റ്റർ സൂക്ഷിക്കുക. വെൽഡ് ജോയിന്റ് പഠിച്ച് ഡിഫക്ട്സുകൾ തിരിച്ചറിയുക.
വെൽഡ് ജോയിന്റുകൾ പൊടിയും സ്ലാഗും പോലുള്ള അവശിഷ്ടങ്ങളിൽ നിന്ന് ക്ലീൻ ആണെന്ന് ഉറപ്പാക്കുക. വിശദാംശങ്ങൾ രേഖപ്പെടുത്താൻ ഒബ്സർവിംഗ് രജിസ്റ്റർ സൂക്ഷിക്കുക. ശരിയായ ലൈറ്റിങ്ങിന് കീഴിൽ ബീഡ് പരിശോധിക്കുക. നേരായതും ഏകീകൃതവുമായ വെൽഡിംഗ് ഉറപ്പാക്കാൻ ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് 2 മുതൽ 2.5D വരെ ഉപയോഗിക്കുക. വെൽഡ് സാമ്പിളിലെ വ്യതിയാനങ്ങൾ വിഷ്വലി നിരീക്ഷിക്കുക. വെൽഡ് ബീഡിൽ സ്ലാഗ് ഇൻക്ലൂഷൻ അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂറ്റി പരിശോധിക്കുക. വിശദാംശങ്ങളോടുള്ള നിരീക്ഷണങ്ങൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുക. വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം പരിശോധന തുടരുക. ടാസ്ക് 2. ലാബ് ജോയിന്റിന്റെ വിഷ്വൽ ഇൻസ്പെക്ഷൻ. വിശദാംശങ്ങൾ രേഖപ്പെടുത്താൻ നിരീക്ഷണ രജിസ്റ്റർ തയ്യാറാക്കി വയ്ക്കുക. വെൽഡ് ജോയിന്റ് പഠിച്ച് ഡിഫക്ട്സുകൾ തിരിച്ചറിയുക. ശരിയായ ലൈറ്റിങ്ങിന് കീഴിൽ ബീഡ് പരിശോധിക്കുക. നേരായതും ഏകീകൃതമായ വെൽഡിംഗ് ഉറപ്പാക്കാൻ ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് 2 മുതൽ 2.5D ഉപയോഗിക്കുക. വെൽഡ് സാമ്പിളിലെ വ്യതിയാനങ്ങൾ വിഷ്വലി നിരീക്ഷിക്കുക. ബീഡിന്റെ നീളത്തിൽ സുഷിരമുണ്ടോ എന്ന് നോക്കുക. വെൽഡിന്റെ ബീഡിനൊപ്പം സ്പാറ്ററുകൾ പരിശോധിക്കുക. വിശദാംശങ്ങളോടെയുള്ള നിരീക്ഷണങ്ങൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുക. വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം പരിശോധന തുടരുക. ടാസ്ക് 3. സിംഗിൾ വി ബട്ട് ജോയിന്റിന്റെ വിഷ്വൽ ഇൻസ്പെക്ഷൻ. വിശദാംശങ്ങൾ രേഖപ്പെടുത്താൻ നിരീക്ഷണ രജിസ്റ്റർ തയ്യാറാക്കി വയ്ക്കുക. വെൽഡ് ജോയിന്റ് പഠിച്ച് ഡിഫക്ട്സുകൾ തിരിച്ചറിയുക. ശരിയായ ലൈറ്റിങ്ങിന് കീഴിൽ ബീഡ് പരിശോധിക്കുക. നേരായതും ഏകീകൃതവുമായ വെൽഡിംഗിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് 2 മുതൽ 2.5D വരെ ഉപയോഗിക്കുക. നോൺ യൂണിഫോമാലിറ്റി, പിൻ ഹോൾസ് പോലുള്ള ഡിഫക്ട്സുകൾ അറിയാൻ ബീഡ് നിരീക്ഷിക്കുക. വിശദാംശങ്ങളോടെയുള്ള നിരീക്ഷണങ്ങൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുക. വിഷ്വൽ പരിശോധനയ്ക്കുള്ള പ്രധാന മാർഗനിർദ്ദേശങ്ങൾ നോക്കാം.
ഒബ്സർവേഷൻ രജിസ്റ്റർ റെഡിയാക്കി വയ്ക്കുക. വിഷ്വൽ പരിശോധനയ്ക്ക് ശരിയായ മാഗ്നിഫയിങ് ഗ്ലാസ് ഉപയോഗിക്കുക. വിഷ്വൽ പരിശോധനയ്ക്കായി ശരിയായ ലൈറ്റിംഗ് സൗകര്യങ്ങൾ ലഭ്യമാണെന്ന് ഉറപ്പാക്കുക. വൃത്തിയാക്കിയ വെൽഡ് ബീഡ് തകരാറുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് എല്ലായ്പ്പോഴും ഉറപ്പാക്കുക. ഈ വിഷയത്തിൽ നമ്മൾ ഇതുവരെ പഠിച്ചത് നോക്കിയാലോ? വെൽഡ് ജോയിന്റുകളുടെ വിഷ്വൽ ഇൻസ്പെക്ഷൻ നടത്താൻ തന്നിരിക്കുന്ന സാമ്പിൾ നിരീക്ഷിക്കുക. മാഗ്നിഫൈങ് ഗ്ലാസ് ഉപയോഗിച്ച് ഡിഫക്റ്റുകൾ തിരിച്ചറിയാൻ ശരിയായ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് തയ്യാറാക്കാൻ. താങ്ക് യു സ്റ്റുഡൻസ്. നമുക്ക് അടുത്ത സെഷനിൽ കാണാം.